ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു വളരെ ചെറിയ സ്പ്രെയർ മെഷീൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതായത് നമുക്ക് ഓൺലൈൻ വാങ്ങാൻ കിട്ടുന്ന ഒരു ചെറിയ സ്പ്രെയറാണ്, അതിൻ്റെ കംപ്രസറാണിത്. അതിലേക്ക് ഇത് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് പെയിൻറ് ധാരാളമായി പുറത്തേക്ക് വരും. അപ്പോൾ ഇത് ഭിത്തിയൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ഭിത്തികളൊക്കെ പെയിൻറ് ചെയ്യാനായിട്ട് ഈ സ്പ്രെയർ ഉപയോഗിക്കും. പക്ഷേ ഇതിൽ നിന്ന് ഇത് വ്യത്യസ്തമായിട്ട് നമുക്കൊരു ചെറിയ സ്പ്രെയർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതായത് ഫർണിച്ചർ ഒക്കെ പെയിൻറ് ചെയ്യുന്നതിന്, അതുപോലെയുള്ള ചെറിയ വാഹനത്തിലുള്ള സ്ക്രാച്ചസ് ഒക്കെ ചെയ്യുന്നതിനൊക്കെ എങ്ങനെ ഉപയോഗിക്കാം, ഈ സ്പ്രെയർ നമുക്കെങ്ങനെ ഉപയോഗിക്കാം. പ്രൊഫഷണലായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വലിയ കംപ്രസർ വേണം, അതിനൊക്കെ ഒരുപാട് പൈസയാകും. അത് സാധാരണ നമുക്ക് ആവശ്യമില്ല. ഒരു വീട്ടിലെ ചെറിയ ചെറിയ പെയിൻറ്റിങ്ങുകൾക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിനകത്തൂടെ കാണിക്കുന്നത്. അതിന് നമുക്ക് ഈ സ്പ്രെയറിൻ്റെ ഇത് ഇവിടുന്ന് ഊരിയെടുക്കുക, ഇത് ഡിറ്റാച്ച് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇത് നമുക്ക് വേറൊരു അറ്റാച്ച്മെൻറ്റുമായിട്ട് ചേർക്കണം. ഇതൊരു 1 ഇഞ്ച് പൈപ്പാണ്, അതിൻ്റെ കണക്ടറാണ്. ആ കണക്ടറിൽ ഇത് കയറ്റി ഇടാൻ തക്ക ഒരു വെട്ടം ഉണ്ടാക്കണം. ഇങ്ങനെ കയറ്റി ഇതിൽ കൂടെ കയറ്റി തിരിക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സ്പ്രെയർ ഇതിൻ്റെക്ക് ചേർക്കാം. ഇതിനേക്കാളിലും ബെറ്റർ ആയിരിക്കും. ഇത് നമുക്ക് പ്രൊഫഷണൽ യൂസിന് ഉപയോഗിക്കാൻ കൊള്ളുന്നതല്ല. ഇപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയ ഈ അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഇതുപോലെയുള്ളൊരു 1:1 എന്ന് പറയുന്നൊരു കണക്ടർ, 1 ഇഞ്ച് to 1/2 ഇതിലേക്ക് ഉള്ള ഒരു കണക്ടർ വേണം. ആ കണക്ടറിൽ ഇതുപോലൊരു കപ്ലറും വേണം. അതിലേക്കാണ് നമ്മളൊരു പൈപ്പിൻ്റെ കഷ്ണം ചൂടാക്കി കയറ്റുന്നത്. ഇത് കയറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ കണക്ട് ചെയ്യാം. അത് തന്നെ ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കംപ്രസർ നമുക്ക് ഉപയോഗിച്ചിട്ട് വേണം പെയിൻറ് ചെയ്യാൻ. ഇത് പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പ്രെയറാണ്. ഇത്രയത്തിൻ്റെ ആവശ്യം നമുക്ക് വീടുകളിൽ ആവശ്യമില്ല. വീടുകളിലെ ചെറിയ ചെറിയ പെയിൻറ്റിങ്ങുകൾ വാർണിഷ് അടിക്കുന്നതിന് പിന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചെറിയ സ്പ്രെയർ. അതിനാണ് ഈ വളരെ ചെറിയ ഒരു സ്പ്രെയറാണ്. ഇത് ആർക്കും ഉപയോഗിക്കാം. നമുക്ക് തീരെ സ്കില്ലില്ലാത്ത ആളുകൾക്ക് പോലും ഉപയോഗിക്കാം. ഇതിൽ കൂടെ വരുന്ന സ്പ്രേ വളരെ ദൂരേക്ക് ഇങ്ങനെ തെറിക്കും. അപ്പോൾ നമുക്ക് വീടുകളിലാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. വീട്ടിൽ ഉള്ള ഒരു ഉപകരണം നമുക്ക് പുറത്തേക്ക് പുറത്ത് കൊണ്ടുവച്ച് മാറ്റി വെക്കാൻ പറ്റില്ല. ഇപ്പോൾ കതക് നമുക്ക് അഴിച്ചെടുത്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതുപോലെയുള്ളൊരു സ്പ്രെയർ ആണെങ്കിൽ വളരെ കുറച്ച് ഏരിയയിൽ മാത്രം ഇങ്ങനെ തെറിക്കുകയും അത് നമുക്ക് സ്പ്രേ ചെയ്യുകയും ചെയ്യാം. അതിനാണ് ഇത് ഉപയോഗിച്ച്, ഇതിൽ വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. ഈ അറ്റാച്ച്മെൻറ്റ് ഇങ്ങനെ ചേർത്താൽ മതി. ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് നമുക്ക് സ്പ്രേ ചെയ്യാനും പറ്റും. ഈ കംപ്രസർ ഇതിന് വേണമെങ്കിലും ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഈ ചെറിയ സ്പ്രെയർ ഉപയോഗിക്കാനായിട്ട് ഇതുപോലെ തന്നെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ഇതുമായി കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത ശേഷം ഈ കണക്ടർ ഇതിൽ കയറ്റി ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പെയിൻറ്റോ വാർണിഷോ എന്താണെന്ന് കുറേശ്ശെ ഒഴിക്കുക. കുറഞ്ഞ അളവിൽ നമുക്ക് ഇതിനകത്ത് എടുത്ത് ഉപയോഗിക്കാം. ഇതിന് 2 അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. എയർ അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ
പിന്നെ പെയിൻറ്റിൻ്റെ അളവ് അതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് 0.5 മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ദ്വാരം 0.5 ആണ്. ഇതിൻ്റെ ആണെങ്കിൽ 1.5 mm ആണ് ഇതിൻ്റേത്. ഇത് 0.5 mm ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ ഇത് പിന്നെ സ്പ്രേ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് എങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നതെന്ന് അടുത്ത ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഈ കംപ്രസർ ധാരാളം മതി. 550 വാട്ടിൻ്റെ കംപ്രസറാണിത്. ഇതാകുമ്പോൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാം. ഞാനിത് ഉപയോഗിച്ച് കാറ് വരെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. കാറിൻ്റെ സ്ക്രാച്ചസും ഒക്കെ കളയാനായിട്ട് ഇത് ധാരാളം മതി. നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ സ്പ്രേയറിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഈ കാണുന്ന പെയിൻ്റ് ഒഴിക്കുന്ന ഈ പാത്രം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിലത് സാധ്യമല്ല. ഇത് ഫിക്സഡ് ആണ്. നമ്മൾ താഴേക്ക് ഉള്ള പ്രതലത്തിലേക്ക് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഈ പാത്രത്തെ നമുക്ക് മുകളിലേക്കാക്കാം. പെയിൻറ്റ് പോവില്ല. അതുപോലെ തന്നെ മുകളിലുള്ള ഒരു പ്രതലമാണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ, ഒരു കബോർഡിൻ്റെ മുകളിലത്തെ പ്രതലമാണ് അടിക്കുന്നതെങ്കിൽ ഈ പാത്രം മുകളിലേക്കാക്കി നമുക്ക് ഫിറ്റ് ചെയ്യാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ പെയിൻറ്റ് ഇതിൽ നിന്ന് കമിഴ്ന്നു പോകില്ല. അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് ഈ സ്പ്രേയറിന്. മറ്റ് സ്പ്രേയറുകൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണിത്. ഈ സ്പ്രേയറിൻ്റെ പേര് K3 എന്നാണ്. ഈ ചെറിയ സ്പ്രേയറിൻ്റെ പേര്. ഇത് ആമസോണിൽ സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ്. ഇതിന് 1-2 പ്രത്യേകത ഉണ്ട്. ഞാൻ ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതാണ്. ഈ സ്പ്രേ ഗണ്ണ് ചിലതിൻ്റെ അടിവശം ഈ തരത്തിലായിരിക്കും. അങ്ങനെയുള്ളതിന് ഇത്തരം കണക്ടർ വേണം. ഈ കണക്ടർ ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ചെറിയ ട്യൂബ് കണക്ട് ചെയ്യുന്നത്. ചിലതിന് ഇവിടെ ത്രെഡായിരിക്കും. ത്രെഡാണെങ്കിൽ ഇതുപോലെ ഒരു കണക്ടറായിരിക്കണം വേണ്ടത്. അവിടെ ചേർത്തതിന് ശേഷം ട്യൂബ് ഇവിടെ നിന്നാണ് ഇടേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലതിന് ഈ തരവും മറ്റു ചിലതിന് ഇവിടെ ത്രെഡും ആയിരിക്കും. ഇത്തരമാണെങ്കിൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. ഈസിയായിട്ട് കണക്ട് ചെയ്യുക, ഇവിടുന്ന് ട്യൂബ് ഇടുകയും ചെയ്യാം.